നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശ്രേയമോള് മുറിയിൽ വെറുതെ ഇരുന്നതാ. ദർശന അങ്ങോട്ട് കേറി ചെന്ന് അവളെ തല്ലിയതാ. ഞാൻ വെറുതെ തല്ലിയതല്ല. എന്റെ അഞ്ചുമോളെ ചെടിച്ചട്ടി തള്ളി താഴെയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിനാ ഞാൻ ശ്രേയ തല്ലിയത്. മുകളിൽ ഇരുന്ന ചെടിച്ചട്ടി കാറ്റടിച്ച് താഴെ വീഴില്ലല്ലോ. താഴെ വീഴാനേ അതിന് അത്ഭുത ശക്തിയൊന്നുമില്ല. ഒരു മിന്നായം പോലെ ഞാൻ ഇവളെ കണ്ടതാ. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല അപ്പച്ചി, ഈ ദർശന കള്ളം പറയാ. സത്യമായിട്ടും ഞാൻ ടെറസിലേക്ക് പോയിട്ടില്ല, മുറി കിടക്കായിരുന്നു. ചേച്ചി, ഇവള് പറയുന്നത് സത്യം എന്നാ തോന്നുന്നേ. ഞാൻ മുറിയിന്ന് പോരുമ്പോ ഉറക്കം വരുന്നു പറഞ്ഞ് ഇവള് കിടക്കുകയായിരുന്നു. ഞാൻ പുറത്തു വന്നപ്പോഴാ ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് എന്റെ തലയിൽ വരുമായിരുന്നു. ചെടിച്ചട്ടി വീണ ഉടൻ തന്നെ ദർശനം മുകളിലേക്ക് പോയി. അവിടെ ചെന്ന് ആരോടും ചോദിക്കാതെ ദർശന തന്നെ തീരുമാനിച്ചു ശ്രേയാണ് ചെടിച്ചട്ടി തള്ളി താഴെ ഇട്ടേന്ന്. എന്തൊരടി എന്റെ കുഞ്ഞിനെ അടിച്ചത്. ഇവള് കിടക്കുകയായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ചെടിച്ചട്ടി തള്ളിയിട്ട ശേഷം ഇവൾ ഓടിപ്പോയി കട്ടിലിൽ കയറി കിടന്നു. അതാണ് സത്യം. അല്ലെങ്കിൽ പിന്നെ ഉറങ്ങിക്കിടന്ന ഇവള് കിതയ്ക്കോ? ആ ചെടിച്ചട്ടി എന്റെ അഞ്ചുമോളുടെ തലയിൽ വീണിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ശ്രേയ ഇത് ചെയ്തത് എന്തിനാന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. താക്കോല് ചെന്ന് പിടിച്ചു മാറ്റില്ലായിരുന്നെങ്കിലേ ആ ചെടിച്ചട്ടി കൃത്യമായിട്ട് ചോട്ടുന്റെ തല തന്നെ വീണനെ. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ചതിയാണ്. എന്റെ മകളുടെ വിവാഹം ചേച്ചി തീരുമാനിച്ചത് ഇവിടെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഗിരിജ മരുവത്തൂരിലേക്ക് തിരിച്ചു വന്നതും ആർക്കും ഇഷ്ടമായിട്ടുമില്ല. പരസ്യമായി ചേച്ചിയുടെ മുഖത്ത് നോക്കി ആർക്കും അത് പറയാനുള്ള ധൈര്യമില്ല. അത്രമാത്രം. ആ പയ്യന്റെ വീട്ടുകാരെങ്ങനെ ഇതറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ക്രിമിനൽ സ്വഭാവമുള്ളവളാണ് എന്റെ മകളെന്ന് വിചാരിക്കില്ലേ? അങ്ങനെ വന്നാ കല്യാണം നടക്കോ? അത് നടക്കാതിരിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കളിച്ച കളിയത്. അതും പറഞ്ഞ് പവിത്രൻ എന്നെ നോക്കണ്ട. അതിലൊരു കാര്യമില്ല. ഞാനോ രഞ്ജിനിയോ ഒന്നും മുകളിലേക്ക് പോയിട്ടില്ല. ഗിരിജ താഴെ ഉണ്ടായിരുന്നു. ശ്രേയ മാത്രമേ മുകളിലുണ്ടായിരുന്നുള്ളൂ. ദർശന പറഞ്ഞ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ശ്രേയ തന്നെയാണ് ഇത് ചെയ്യാൻ സാധ്യത. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ ചെടിച്ചട്ടി താഴേക്ക് വീണതിന് പിന്നില് ആരുടെയോ കൈയുണ്ട്. രൂപേഷ് പറഞ്ഞ ഒരു കാര്യം സത്യം, തനിയെ ചെടിച്ചട്ടി താഴേക്ക് വീഴില്ല. അപ്പോ നിങ്ങളും പറഞ്ഞു വരുന്നത് ശ്രേയമോളാണ് ഇത് ചെയ്തെന്നാണോ? എന്താ സംശയം? ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ശ്രേയ തന്നെ അത് ചെയ്തിട്ടുള്ളത്. ഇതിന് തക്ക ശിക്ഷ കൊടുത്തേ പറ്റൂ. മുമ്പ് സംഭവിച്ച തെറ്റുകളെല്ലാം ക്ഷമിച്ചിട്ടാ ഇവരെ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയില്ലെന്ന് പറഞ്ഞ പോലെ പണ്ട് ഇവര് ചെയ്തിരുന്നത് ഇപ്പൊ ശ്രേയെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു.
നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷേ ശ്രേയയാണിത് ചെയ്തതെന്ന് ഉറപ്പാക്കണമെങ്കിൽ അതിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും വേണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നത് തെറ്റു തന്നെയാ. അതൊരിക്കലും നടക്കാനും പാടില്ലായിരുന്നു. ശ്രേയയാണ് ആ ചെടിച്ചട്ടി തട്ടി താഴെ ഇട്ടതെന്ന് ഒരാളും കണ്ടിട്ടില്ല. ആ സമയം ഗിരിജ താഴെയായിരുന്നു താനും. പിന്നെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇനി എന്ത് തെളിവ് അമ്മയ്ക്ക് വേണ്ടത്? തെളിവിനായി ദൈവം മുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് തരുമെന്നാണോ അമ്മയുടെ വിശ്വാസം? ഇത്രയും നേരം ഞാനും ദർശനം പറഞ്ഞു എന്ന് അമ്മ വിശ്വസിക്കുന്നില്ലേ? ശ്രേയ തന്നെ അത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചേച്ചി കേട്ടില്ലേ? ഇനി ഞങ്ങളോട് നിന്നാ ശരിയാവില്ല. ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളോടൊന്ന് പോണം. അതിനുവേണ്ടിയാ ഈ തന്ത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. മക്കൾ തെറ്റ് ചെയ്യുമ്പോ ന്യായീകരിക്കുന്നതല്ല അച്ഛന്റെ അമ്മയുടെയും കടമ. തെറ്റ് ചെയ്യുന്ന മക്കളെ തിരുത്തണം, വേണ്ടി വന്നാൽ തല്ലണം. ഞാൻ ഇന്ന് സ്കൂട്ടറിൽ വരുമ്പോ ഒരു മിന്നായം പോലെ നിന്നെ കണ്ടതാ. നേരെ താഴെ നിന്ന് 5 ഐസ്ക്രീം കഴിക്കുന്നത് ഞാൻ കണ്ടതാ. എന്നിട്ടും നീയും നിന്റെ അമ്മയും ചേർന്ന് അത് പ്ലാൻ ചെയ്തു. എന്താ സംഭവിക്കുന്നതെന്നറിയാൻ നിന്റെ അമ്മ താഴേക്ക് വന്നു. ആ സമയത്ത് നീ ചെടിച്ചട്ടി തള്ളി 5 മോളുടെ ദേഹത്തേക്ക് ഇട്ടു. എന്താ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഭാഗ്യം കൊണ്ട് എന്റെ അനിയത്തി രക്ഷപ്പെട്ടു. അമ്മേ, ഞാൻ പറഞ്ഞതിനൊന്നും ഒരു തെളിവുമില്ല. പക്ഷേ ഞാനിപ്പോ പറഞ്ഞതാണ് സത്യമെന്ന് ഒരു ദിവസം നിങ്ങളുടെ എല്ലാം മുൻപിൽ ഞാൻ തെളിയിക്കും. രൂപേഷേട്ടാ വാ. ചേച്ചി, ചേച്ചി ഞങ്ങളുടെ അഭിമാനം കാത്തു. ചേച്ചിയും കൂടി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ അഭിമാനം നഷ്ടപ്പെട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്തേനെ. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചില തെറ്റുകളൊക്കെ എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരില് എന്റെ മോളെ കുറ്റവാളിയാക്കി അവളുടെ വിവാഹം മുടക്കാൻ ആരെങ്കിലും ശ്രമിച്ച അതിന്റെ ശാപം എല്ലാവർക്കും കിട്ടും. നീ വാ. വാ. അപ്പച്ചി എന്നോട് ക്ഷമിക്കണം. പവിട്ട, എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയാനുള്ള പേടിയുണ്ടാ ഞാൻ പറയാതിരുന്നത്. ആ ചെടിച്ചട്ടി താഴെ വീണത് ഞാൻ കാരണമാണ്. അപ്പച്ചി, മനഃപൂർവ്വമല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അഞ്ജന താഴെ നിൽക്കുന്ന കാര്യവും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ടെറസിന്റെ മണ്ടയിൽ ഫോട്ടോ എടുക്കുമായിരുന്നു. ആ സമയത്ത് അറിയാതെ കൈതട്ടി. ഞാൻ പേടിച്ചിട്ടാ പറയാതിരുന്നത് അപ്പച്ചി. അപ്പച്ചി എന്നോട് ക്ഷമിക്കണം. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി, പേടിച്ചിട്ടാ. നിനക്ക് ഫോട്ടോ എടുക്കാൻ വേറെ ഒരു സ്ഥലം കിട്ടിയില്ലേ? ആ ചെടിച്ചിട്ട് വീണ കൊച്ചിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ മനഃപൂർവ്വം ആയിട്ടല്ലെങ്കിലും നീ ചെയ്തത് തെറ്റനെയാ. ഇടി നിന്നെ വേണ്ട. അല്പം വൈകിട്ടാണെങ്കിലും അവൾ സത്യം പറഞ്ഞില്ലേ? ഇനി അവളെ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. പേടിച്ചിട്ടാണെന്ന് അവൾ പറഞ്ഞില്ലേ? ഒരബദ്ധം ആർക്കും പറ്റും. പക്ഷെ അത് മറച്ചു വെക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എല്ലാവരുടെ മുമ്പിൽ ഇവള് മാപ്പ് പറയണം. എല്ലാവരുടെയും മുൻപിൽ ഒന്നും വേണ്ട. ശ്രേയ, ദർശനയോടും അഞ്ജനോടും ചെന്ന് സോറി പറ. പോ.
ശ്ശേ.